ആകാശവാണി. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കുംഭമേള ഭക്തിയുടെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സമന്വയം. രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മതപരമായ ചടങ്ങ് എന്ന ഖ്യാതിയും കുംഭമേളയ്ക്ക് തന്നെ. ഇക്കുറി 144 വർഷത്തിലൊരിക്കൽ മാത്രം ആഘോഷിക്കപ്പെടുന്ന മഹാകുംഭമേളയായാണ് നടത്തപ്പെടുന്നത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും സവിശേഷതകൾ, വിപുലമായ ഒരുക്കങ്ങൾ, ദാർശനിക മാനം എന്നിവ കൊണ്ടെല്ലാം പ്രത്യേകതകളുള്ള ഒരൊത്തുചേരലാണ് കുംഭമേളകൾ. മനുഷ്യരാശിയുടെ വിവരിക്കാനാവാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള, 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള, 144 വർഷമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദിയായ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ക്ഷിപ്രയുടെ തീരത്തും കുംഭമേള നടത്തിവരുന്നു. മേളയുടെ പ്രത്യേകത അതിന്റെ വിശാലതയിൽ മാത്രമല്ല, വൈവിധ്യത്തിലുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൻ കി ബാത്ത് പ്രഭാഷണ പരിപാടിയിൽ പരാമർശിച്ചിരുന്നു. ലക്ഷക്കണക്കിന് സന്യാസിമാർ, ആയിരക്കണക്കിന് പാരമ്പര്യങ്ങൾ, നൂറുകണക്കിന് വിഭാഗങ്ങൾ, നിരവധി അഖാരകൾ എല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ഈ ദൃശ്യം ലോകത്ത് മറ്റൊരിടത്തും കാണാനാകില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മഹാകുംഭമേളയുടെ സന്ദേശം രാജ്യം മുഴുവൻ ഒരുമിക്കട്ടെ എന്നാണെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. कुंभ का ये उत्सव विविधता में एकता का उत्सव मनाता है. संगम की रेती पर पूरे भारत के, पूरे विश्व के लोग जुड़ते हैं. हजारों वर्षों से चली आ रही इस परंपरा में कहीं भी कोई भेदभाव नहीं. सब लोग संगम में डुबकी लगाते हैं. तभी तो कुंभ एकता का महाकुंभ है. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളെ ജനസാഗരമാക്കുന്ന പ്രതിഭാസമാണ് കുംഭമേള. ഭഗവത് പുരാണം, വിഷ്ണു പുരാണം തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ പരാമർശപ്രകാരം ദേവഗണങ്ങൾ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളയുടെ വിശ്വാസം. കുംഭമേള സമയത്ത് ഈ നദികളിലെല്ലാം ജലം അമൃതായി മാറുമെന്നും പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. പാപങ്ങളെല്ലാം നീങ്ങി മോക്ഷത്തിലേക്കെടുക്കാൻ ഇത് സഹായിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു. കുംഭമേളയുടെ സമയത്ത് പുതുതായി സന്യാസം സ്വീകരിച്ച നാഗസന്യാസിമാർ ഗംഗാതീരത്ത് ദീക്ഷ അനുഷ്ഠിക്കും. മകരസംക്രാന്തി മുതൽ ശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 വരെയാണ് ഇത്തവണത്തെ കുംഭമേള. കുംഭമേള സംബന്ധിച്ച വിശ്വാസത്തെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ ശ്രീമതി അഞ്ജന ദേവി. ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സാംസ്കാരിക സംഗമം എന്ന നിലയ്ക്ക് 2017 മുതൽ കുംഭമേളയെ യുനെസ്കോയുടെ അന്തർദേശീയ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിൽ നിന്നു മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അനേക ലക്ഷങ്ങൾ കുംഭമേളയുടെ ഭാഗമാകുന്നു. ഭക്തിയും ജ്ഞാനവും വിശുദ്ധിയും സാംസ്കാരിക പെരുമയും പാരമ്പര്യവും ഒരുമിക്കുന്ന ഇടമാണ് കുംഭമേള. പുരാണ പ്രസിദ്ധമാണ് കുംഭമേളയുടെ മഹാത്മ്യം. പാലാഴി മഥനത്തിൽ ഉയർന്നു വന്ന അമൃത കലശം അസുരന്മാർ തട്ടിയെടുക്കാതെ ഗരുഡൻ അതുമായി ഉയർന്നു പറന്നപ്പോൾ അമൃതകണങ്ങൾ വീണതും അമൃതകുംഭം വെച്ചതുമായ 4 ഇടങ്ങളിലാണ് കുംഭമേള നടക്കുന്നതെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. ഒരു ദേവദിനം 12 മനുഷ്യവർഷമാണ്. അമൃതകുംഭം ഓരോ സ്ഥലത്തും വെച്ച ഓരോ ദിവസത്തിന്റെ, അതായത് 12 മനുഷ്യവർഷത്തിന്റെ ഇടവേളകളിലാണ് ഓരോ കുംഭമേളയും നടക്കുന്നത്. കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വിശേഷ ദിവസങ്ങളിലെ സ്നാനമാണ്. കൃത്യമായ ജ്യോതിശാസ്ത്ര ഗണനമനുസരിച്ച് നിശ്ചയിക്കപ്പെടുന്ന സ്നാന ദിവസങ്ങൾ അതിവിശേഷമാണ്.
ഏറ്റവും പ്രധാന ദിവസത്തെ സ്നാനം ഷാഹി സ്നാനം അഥവാ രാജകീയ സ്നാനം എന്നറിയപ്പെടുന്നു. 6 പ്രധാന സ്നാന ദിവസങ്ങളാണ് പ്രയാഗ്രാജിലുള്ളത്. ജനുവരി 13 പൗഷപൂർണിമ, ജനുവരി 14 മകരസംക്രാന്തി, ജനുവരി 29 മൗനി അമാവാസി, ഫെബ്രുവരി 3 വസന്ത പഞ്ചമി, ഫെബ്രുവരി 12 മാഘപൂർണിമ, ഫെബ്രുവരി 26 മഹാശിവരാത്രി എന്നിവയാണ് പ്രധാന സ്നാന ദിവസങ്ങൾ. ഭാരതത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിലുമുള്ള സന്യാസിമാരും ശങ്കരാചാര്യന്മാരും മണ്ഡലേശ്വരന്മാരും ഉൾപ്പെടെ കോടിക്കണക്കിന് തീർത്ഥാടകരാണ് 45 ദിവസത്തെ ഈ മഹാമേളയിൽ എത്തിച്ചേരുന്നത്. 1000 വർഷങ്ങളായി ജാതി വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഒരുമിച്ചു ചേരുന്ന പുണ്യ സംഗമമാണ് കുംഭമേള. ഭക്തി, പാരമ്പര്യം, ആഘോഷം എന്നിവയുടെ സമന്വയമാണ് കുംഭമേള. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തെ ഉൾക്കൊള്ളുകയും കല, ആത്മീയത, സംസ്കാരം എന്നിവയെ അനുസ്മരണീയമായ അനുഭവമാക്കി മാറ്റുകയും ചെയ്യുന്നതിന് കുംഭമേളയ്ക്ക് കഴിയും. ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത തപസ്വികൾ, സന്യാസ സംഘങ്ങളായ അഖാഡകളുടെ ഘോഷയാത്രകൾ, മോക്ഷം തേടി രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഭക്തർ, വിനോദസഞ്ചാരികൾ, വിദേശികൾ തുടങ്ങി വൈവിധ്യത്തിൻ്റെ സംഗമം കൂടിയാണ് കുംഭമേള. ഉരുവിടുന്ന മന്ത്രങ്ങളുടെ ഭാഷ വ്യത്യസ്തമാണെങ്കിലും അന്തസത്ത ഒന്നുതന്നെ. ദാർശനികതയുടെ ഒരു മുഖം കൂടിയാണ് കുംഭമേളയ്ക്ക്. ശ്രീമതി അഞ്ജനാദേവി തുടരുന്നു. എല്ലാവരും തീർത്ഥാടകർ മാത്രം. അയിത്തമോ ഉച്ചനീചത്വങ്ങളോ ഇല്ലാത്ത ഏകത്വത്തിൻ്റെയും സമരസതയുടെയും സംഗമവേദി കൂടിയാണ് കുംഭമേളകൾ. ആർഭാടാരവങ്ങളില്ലാതെ ലാളിത്യവും സംതൃപ്തിയും സമാനതയും ഒത്തുചേരുന്ന ഈ ഉത്സവം സ്നാനം മാത്രം നടത്തി തിരിച്ചു പോകുന്ന ഒന്നല്ല. മഹത്തായ ആത്മീയ പ്രവചനങ്ങൾ, ശാസ്ത്ര സമ്മേളനങ്ങൾ, സത്സംഗങ്ങൾ, സംഗീത ആരാധനകൾ, യോഗ വേദാന്ത ചർച്ചകൾ, പ്രദർശിനികൾ തുടങ്ങി ഭാരതീയ വൈജ്ഞാനിക ശാഖയുടെ മഹത്തായ വിളംബരം കൂടിയാണ് കുംഭമേളകൾ. ദൈനംദിനം കോടിയിലേറെ തീർത്ഥാടകർ സമ്മേളിക്കുന്ന 40 കോടിയിലേറെ തീർത്ഥാടകരെ പ്രതീക്ഷിക്കുന്ന പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കായി കേന്ദ്ര ഉത്തർപ്രദേശ് സർക്കാരുകൾ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മാലിന്യമുക്തവും പാരിസ്ഥിതിക സൗഹൃദവും നിറഞ്ഞ ഹരിത കുംഭമേള ഒരു ആഘോഷമാക്കി മാറ്റി ലോകത്തിന് തന്നെ മാതൃകയാകാൻ ഭാരതം തയ്യാറാകുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഭക്തജനസംഗമത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും പ്രയാഗ്രാജിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്നത്. 45 ദിവസത്തെ ആഘോഷത്തിന് 7000 കോടി രൂപ ചെലവിലാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ഏകദേശം 10,000 ഏക്കറിൽ മഹാകുംഭനഗർ എന്ന താൽക്കാലിക കൂടാര നഗരം സ്ഥാപിച്ചു. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളുണ്ട്. 4000 ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, 1850 ഹെക്ടർ പ്രദേശത്ത് പാർക്കിംഗ് ഏരിയ, വൈദ്യസഹായ ക്യാമ്പുകൾ, 500ഓളം താൽക്കാലിക പോലീസ് സ്റ്റേഷനുകൾ, അങ്ങനെ വിപുലമായ ഒരുക്കമാണ് മഹാകുംഭമേളയുടെ സംഘാടനത്തിനായി ഉത്തർപ്രദേശ് നടത്തിയിരിക്കുന്നത്. പ്രയാഗ്രാജിൽ കുംഭമേളയുടെ ഭാഗമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയവും ആകാശവാണിയുടെയും ദൂരദർശന്റെയും പ്രത്യേക തത്സമയ സംപ്രേഷണങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. കുംഭമേളയ്ക്കായി കുംഭവാണി എന്ന പേരിൽ ആകാശവാണി പ്രത്യേക ചാനൽ തന്നെ ആരംഭിച്ചു. മേളയുടെ പാരമ്പര്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനും ഭക്തർക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണ് ഈ പ്രക്ഷേപണങ്ങളെന്ന് ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുത്ത കേന്ദ്ര വാർത്താവിതരണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. आज हमारा कुंभवाणी चैनल आपका आज से हम लॉन्च किया, ये सौभाग्य है. आपका बहुत बहुत धन्यवाद सर. Our entire team, I am very express my happy and thanks to your sincere work. Within a short period we are launching this Kumbh channel. Thank you very much. Thank you. കുംഭവാണിയിലൂടെയുള്ള തത്സമയ വിവരണം പ്രത്യേകിച്ചും കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്ക് വരാൻ കഴിയാത്തവർക്ക് ഗുണം ചെയ്യും. ചരിത്രപരമായ മഹാകുംഭമേളയുടെ അന്തരീക്ഷം രാജ്യമെമ്പാടും മാത്രമല്ല ലോകം മുഴുവൻ എത്തിക്കുന്നതിനും ഇത് സഹായിക്കും. രാജ്യത്തെ പൊതുസേവന പ്രക്ഷേപകരായ പ്രസാർ ഭാരതിയുടെ ഈ സംരംഭം ഇന്ത്യയിലെ വിശ്വാസത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ഭക്തർക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുകയും
അവരുടെ വീടുകളിലിരുന്ന് സാംസ്കാരിക അനുരണനം അനുഭവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർ എൽ മുരുകൻ അഭിപ്രായപ്പെട്ടു. നാടിന്റെ നാനാഭാഗത്തു നിന്നെത്തുന്ന ഭക്തർക്ക് സഹായമാകുന്ന രീതിയിൽ നൂതന സാങ്കേതിക വിദ്യകളാണ് പ്രയാഗ്രാജിൽ സജ്ജമാക്കിയിരിക്കുന്നത്. AI ക്യാമറകൾ, ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷൻ, കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കേന്ദ്രം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും മേളയിലുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ 10 ഭാഷകളിൽ ശബ്ദത്തിലൂടെ ഉൾപ്പെടെ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന കുംഭ സഹായക് എന്ന ചാറ്റ് ബോട്ടും പ്രവർത്തിക്കുന്നു. ഒരിക്കലെങ്കിലും ആത്മീയ യാത്ര നടത്തേണ്ട ഒരിടമാണ് കുംഭമേളയെന്ന് പന്തളം സ്വദേശിയായ ശ്രീ കമൽ കൃഷ്ണൻ വാർത്താ തരംഗിണിയോട്. കഴിഞ്ഞ തവണത്തെ കുംഭമേളയ്ക്ക് ഇങ്ങനെ പോകാനൊരാഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തവണ എങ്ങനെയും എത്രയും പെട്ടെന്ന് ആദ്യം തന്നെ സ്നാനം ചെയ്യണമെന്നുള്ളതായിരുന്നു. നമ്മൾ ഈ റീലുകളിലൊക്കെ കാണുന്ന അത്ര തിരക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും അതിലില്ല. കാരണം ഏകദേശം 41ഓളം ഘാട്ടുകളാണ് അവിടെ സ്നാനത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 8 മേജർ ആയിട്ടുള്ള ഘാട്ടുകളുമുണ്ട്. അങ്ങനെ അതായത് കിലോമീറ്ററുകളോളമാണ് ഈ സ്നാനം ചെയ്യാനുള്ള സംഭവം ഇട്ടിരിക്കുന്നത്. ഏകദേശം 16 സ്ക്വയർ കിലോമീറ്ററോളം ടെൻറ്റുകൾ തന്നെ ഉണ്ട്. അപ്പം ആൾക്കാർ തിരക്കുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ അമ്പലങ്ങളിലെ ഉത്സവത്തിന് ഉണ്ടാകുന്ന തിരക്കാണ്. പിന്നെ ഈ റീൽസിലൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തിരക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പാലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ താൽക്കാലിക പാലങ്ങൾ ഗംഗയുടെയും യമുനയുടെയും കുറുകെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഞാൻ പന്തളം സ്വദേശിയാണ്. അപ്പോൾ ഈ പന്തളത്തൂടെയൊക്കെ നമ്മൾ തിരുവാഭരണ ഘോഷയാത്ര പാലത്തിലൂടെ പോകുമ്പോൾ നമ്മൾ മുകളിൽ ഹെലിക്യാം വ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരക്ക് കാണാൻ പറ്റും. അപ്പോൾ അതങ്ങനെ അട്ടി നിൽക്കുന്ന ഈ ശബരിമലയിൽ ക്യൂ നിൽക്കുന്ന പോലത്തെ ഒരു തിരക്കും ഇല്ല. കാരണം അത്രയും വിസ്തൃതമായ ഒരു പ്രദേശത്താണ് ഈ കുംഭമേള നടക്കുന്നത്. ബനാറസിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മുമ്പായിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യും, ബാരിക്കേഡ് ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം സിറ്റി സർവീസസ് ആണ്. അപ്പോൾ ഈ സിറ്റി സർവീസസിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്. പക്ഷേ ചില ബസ്സുകളിൽ റഷ് ഉണ്ട്, ചില റഷ് ഇല്ല. അപ്പം ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വെച്ച് നടക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം നടക്കും. എന്നിട്ട് ചെറിയൊരു ഓട്ടോ കിട്ടും, ടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഓട്ടോയിൽ കയറി അടുത്ത ബാരിക്കേഡ് ഇറങ്ങും, അവിടുന്ന് കുറച്ച് നടക്കും. അങ്ങനെ അല്ല പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഒരു 6 കിലോമീറ്റർ നടക്കേണ്ടി വരും. പക്ഷേ എങ്ങനെയായാലും ഒരു 2-2.5-3 കിലോമീറ്റർ നടക്കേണ്ടി വരും. കാരണം അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കിനും ഫുൾ ബാരിക്കേഡും അങ്ങോട്ട് അധികം വിടത്തില്ല. പിന്നെ നമുക്ക് നടക്കാനുള്ള ഒരു ഇത് സാവകാശം മാത്രമേ ഉള്ളൂ. വഴികളും എല്ലാം നല്ല വൃത്തിയാണ്. നമ്മൾ പറയുന്നില്ലേ മുക്കിനും പോലീസുകാരാണ്. അപ്പം വനിതാ പോലീസുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാരണവശാലും പേടിക്കേണ്ടതോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യവും കുംഭമേളയിലില്ല. നമ്മൾ കാണുന്നതിലോട്ട് നാഗസന്യാസിമാർ അഘോരികൾ അലറി വിളിച്ചു വരുന്നത് നമ്മൾ പേടിച്ചു മാറും, അങ്ങനെയൊന്നും ഇല്ല. വളരെ കാമാൻകായിട്ടാണ് ഇവരെല്ലാം മൂവ് ചെയ്യുന്നത്. ഇവർക്ക് നാഗസന്യാസിമാർക്കും അഘോരിമാർക്കും സ്നാനത്തിന് സെപ്പറേറ്റ് കാട്ടുകളാണ്. അവിടെ പോലീസുണ്ട്. നമുക്ക് അങ്ങോട്ടങ്ങ് അധികം ഇടിച്ചു കയറിയിട്ട് അങ്ങനെ നമുക്ക് പോകാം. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേകതകൾ എന്താ പറയുക പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. എങ്കിലും ഒരു കുംഭമേളയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതകാലത്തെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു, ഒരു ഭാഗ്യമായിരുന്നു. കല, ആത്മീയത, സംസ്കാരം എന്നിവയുടെ സമഞ്ജസ സമ്മേളനമാണ് കുംഭമേള. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പൈതൃകവും പ്രദർശിപ്പിക്കുന്നതിനായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം കലാഗ്രാമം എന്ന പേരിൽ പ്രദർശന പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട്. പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആഘോഷവേദിയാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേള. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.